കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്ന ദളിത് ആദിവാസി ജനവിഭാഗങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുക. കൊലയാളി നിയമമാണ്. കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത്. 1.5 സെന്റുള്ള ഒരു ദരിദ്രനായ ആളുടെ കിടപ്പാടം 3 തവണ നമ്മൾ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ അത് ജപ്തി ചെയ്ത് തെരുവിലെറിയാം പോലീസും. പുതിയ കോർപ്പറേറ്റുകൾക്ക് പണം ധാരാളമായി നിക്ഷേപത്തിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്, അത് തിരിച്ചടക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പാവങ്ങളിൽ നിന്ന് വീണ്ടും അവരെ കെട്ടിവരിഞ്ഞിട്ട് അവരുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നൊരവസ്ഥ. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് 5 സെന്റ് വരെയുള്ള കിടപ്പാടം ജപ്തി ചെയ്യില്ല എന്ന് കർക്കശ നിർദ്ദേശം ഞാൻ കൊടുത്തെന്ന് പറയുന്നതല്ലാതെ ഒരു നിയമമാകുന്നില്ല. നമസ്കാരം. കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്ന ദളിത് ആദിവാസി ജനവിഭാഗങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുക, അതുകൂടാതെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹി ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇതിനകത്ത് കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ രാജ്യത്ത് 2002 വാജ്പേയി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന നിയമം റദ്ദാക്കണം. അതൊരു കൊലയാളി നിയമമാണ്. അത് റദ്ദാക്കണമെന്ന് പറയുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത്, അതുപോലെ തന്നെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുക, മൈക്രോ ഫൈനാൻസിൻ്റെ എല്ലാം കൊള്ള പലിശ ഈടാക്കുന്ന അവസാനിച്ച് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം തുടങ്ങിയത്. ഇപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയുടെ സമരമാണ്. കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ സർഫാസി എന്നുള്ള നിയമം യഥാർത്ഥത്തിൽ ഒരു സാമ്രാജ്യത്വ നിയമം നമ്മുടെ രാജ്യത്ത് ചർച്ച പോലും നടത്താതെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടതാണ്. ഇപ്പോൾ രാജ്യത്ത് 2 തട്ടായിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഒന്ന്, സാധാരണ ജനങ്ങൾക്ക് സംഹരിക്കുന്ന സർഫാസി നിയമവും, അതേസമയം അതിസമ്പന്നരായ കോർപ്പറേറ്റുകൾ ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി കോടതിയുള്ള പാപ്പരത്വ നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളും. ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തിനുള്ളിൽ ഏതാണ്ട് 22 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം കോടി രൂപ വരെ എഴുതി തള്ളിയിരിക്കുകയാണ് അതിസമ്പന്നം. അപ്പോൾ അവരൊരു മുട്ടുസൂചി പോലും ജപ്തി ചെയ്യുന്നില്ല. അതേസമയം 1.5 സെന്റുള്ള ഒരു ദരിദ്രനായ ആളുടെ കിടപ്പാടം 3 തവണ നമ്മൾ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ അത് ജപ്തി ചെയ്ത് തെരുവിലെറിയാം പോലീസും അതുപോലെയുള്ള സംവിധാനങ്ങളും. അയാൾക്കൊരു നോട്ടീസ് പോലും കൊടുക്കാതെ തെരുവിലെറിയാം. അതിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ലൈഫ് മിഷനിൽ പെട്ട ഒരു വീട് തന്നെ ജപ്തി ചെയ്തു. അപ്പോൾ ജപ്തി ചെയ്തപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു MP പറയേണ്ടത് ഇങ്ങനൊരു നിയമം അത് റദ്ദാക്കപ്പെടണം. ഇപ്പോൾ ഇതുപോലെയുള്ള ദരിദ്ര ജനങ്ങളെ പണം വാങ്ങിയതിന് പേര് തെരുവിലെറിയാൻ പാടില്ല. അതുകൊണ്ട് സർഫാസി എന്നുള്ള നിയമമാണ് പ്രശ്നം, അത് റദ്ദാക്കപ്പെടണമെന്ന് പറയാതെ അദ്ദേഹം ചെയ്ത് അതൊരു ജീവകാരുണ്യ പ്രവർത്തനം പോലെ അവർക്ക് പണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്കും അദ്ദേഹം ചെയ്യേണ്ട ചുമതല അതാണ്. അല്ലാതെ ഇന്ന് 65% ജനങ്ങൾ കേരളത്തിലെ കടക്കണിയിലാണ്. ഇപ്പോൾ ഒരു കടമുതലാളിത്തത്തിൻ്റെ പിടിയിൽപ്പെട്ടാണ് മനുഷ്യർ മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ വഴിതിരിച്ചു വിടുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. ഇപ്പോൾ DYFയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളും അവിടെ വന്ന് അവരെ കയറ്റിയത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്. അപ്പോഴും സർഫാസി നിയമം പറയുന്നില്ല. അപ്പോൾ ഈ സർഫാസിയെ പോലുള്ള നിയമങ്ങൾ രാജ്യത്ത് കടന്നു വരുന്നത് ആഗോളീകരണ കാലത്ത് മൂലധന ശക്തികൾക്ക് നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഇവിടെയുള്ള പുതിയ കോർപ്പറേറ്റുകൾക്ക് പണം ധാരാളമായി നിക്ഷേപത്തിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്, അത് തിരിച്ചടക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പാവങ്ങളിൽ നിന്ന് വീണ്ടും അവരെ കെട്ടിവരിഞ്ഞിട്ട് അവരുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇത് മാറേണ്ടതായിട്ടുണ്ട്. ഇത് ശരിക്കൊരു പഴയ രീതിയിൽ കൊളോണിയൽ ഭരണം നമ്മളെ അടിമകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിൽ മൂലധനം നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെതിരെ വലിയൊരു പോരാട്ടം തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ അടുത്ത ദിവസം കുട്ടികളൊക്കെ ഇപ്പോൾ കുടിയിറക്കിക്കൊണ്ടിരിക്കുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മയും അച്ഛനും വീടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ അവരുടെ ഭാവി തന്നെ ചിലപ്പോൾ നാളെ ഒരു എഞ്ചിനീയറോ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റൊക്കെ ആവേണ്ട കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ തെരുവിലാക്കപ്പെടുക. അപ്പോൾ ആ കുട്ടികളെ ഈ കുടിശ്ശികയുടെ പേരിൽ കുടിയിറക്കുന്ന രാഷ്ട്രം എൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് നേരിട്ട് നൽകാൻ അവരൊരു ഒപ്പുശേഖരണം കുട്ടികളുടെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക എന്നൊരു സന്ദർഭമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദരിദ്രരായ ജനങ്ങൾക്ക് കിട്ടുന്നത് സംരംഭക വായ്പയോ വ്യവസായ വായ്പയല്ല, അവർക്ക് കിട്ടുന്ന ഗാർഹിക വായ്പകളാണ്. അപ്പോൾ അവരെ നിലനിർത്താൻ വേണ്ടി മാത്രം കൊടുക്കുന്ന വായ്പകളാണ്, അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ്, സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവരാനാണ്. അപ്പോൾ അത്തരം വായ്പകളിൽ പെട്ടുകിടക്കുന്ന മനുഷ്യർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവർക്ക് ആകെയുള്ള ഒരു കിടപ്പാടം മാത്രമാണ്. അപ്പോൾ കിടപ്പാടം ജപ്തി ചെയ്യില്ലെന്ന് നിയമനിർമ്മാണം നടത്തുകയും സർഫാസി എന്ന കൊലയാളി നിയമം റദ്ദാക്കുകയും ചെയ്യുക എന്ന അടിയന്തര മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ
സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ല, സംസ്ഥാന സർക്കാരിന് പരിമിത അധികാരമുള്ളൂ. കാരണം ഇത് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും കയ്യിലുള്ള ഒരു അധികാരമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് സഹകരണ വകുപ്പ് മേലാണ് അധികാരമുള്ളത്. പക്ഷേ സഹകരണ മേഖല തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സഹകരണ വകുപ്പ് ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് 5 സെൻറ്റ് വരെയുള്ള കിടപ്പാടം ജപ്തി ചെയ്യില്ല എന്ന് കർക്കശ നിർദ്ദേശം ഞാൻ കൊടുത്തെന്ന് പറയുന്നതല്ലാതെ ഒരു നിയമമാകുന്നില്ല. ഇപ്പോൾ ഏക പാർപ്പിട നിരോധന നിയമം ഞങ്ങൾ പാസ്സാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡ്രാഫ്റ്റ് പോലും പുറത്തു വരുന്നില്ല. അതുപോലെ തന്നെ ജപ്തി തടയൽ നിയമം എന്നൊരു നിയമം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സർഫാസ് നിയമത്തെയോ ആർബിട്രേഷൻ നിയമത്തെയോ തൊടുന്നു പോലുമില്ല. അത് നികുതി ഈടാക്കൽ നിയമമെന്ന് റവന്യൂ വകുപ്പിനെ മാത്രം ബാധിക്കുന്നൊരു നിയമമാണ്. പക്ഷെ ജനങ്ങളൊക്കെ ധരിക്കണം നീ നാളെ മുതൽ ജപ്തിയില്ലെന്നാണ്. ഇത് ജപ്തി നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സഹകരണ വകുപ്പ് പറയുന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ്. പക്ഷെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്ന് പറഞ്ഞാൽ നാളുകളായി പണം തിരിച്ചടക്കാത്ത മനുഷ്യരോടാണ് ഒറ്റത്തവണ തീർപ്പാക്കാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നീ കിടപ്പാടം വിറ്റിട്ട് പണം അടച്ചോളാണ്. അപ്പോൾ എല്ലാ രംഗത്തും ഈ പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ തെരുവിലേക്ക് തള്ളപ്പെടുന്നൊരവസ്ഥയുണ്ട്. മാത്രമല്ല മൈക്രോ ഫൈനാൻസ് ദൈനംദിന ആവശ്യത്തിന് വാങ്ങാത്ത കുടുംബങ്ങളേ ഇല്ല കേരളത്തിൽ. 65% ആളുകൾ ഇപ്പോൾ കടത്തിലാണ്. അപ്പോൾ ഇനി ഈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ പോലും ഈ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത് അഡ്രസ്സ് ചെയ്യാതെ ഇത് അഭിസംബോധന ചെയ്യാൻ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ജനങ്ങൾ മുഴുവനും അങ്ങനെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ റേഷൻ കടയും തൊഴിലുറപ്പുമാണ് ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വലിയ രൂക്ഷമായിട്ടൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ബാങ്കിൻ്റെ. വന്നിരിക്കുന്ന കുടുംബങ്ങളെല്ലാം തന്നെ ജപ്തി ഭീഷണിയിലുള്ളവരാണോ? ജപ്തി ഭീഷണിയിലുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഗൗരവം മനസ്സിലാക്കിയിട്ട് സമൂഹത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ ഈ കിളിമാനൂർ മേഖലയിലെ കോളനികളിൽ ഈ സഹകരണ ബാങ്കിൻ്റെ ജപ്തി നേരിടുന്ന ആളുകളാണ് കൂടുതലും. അതുപോലെ തന്നെ ഈ NBFC പോലുള്ള ബജാജ്, ഉജ്ജീവൻ, ഇസാഫ് പോലുള്ള ഇതിൻ്റെ കടിയിൽപ്പെട്ട ആളുകളും ഉണ്ടാകുന്നത്. എന്തായാലും ഇവർ നമ്മളോട് പ്രതികരിച്ചത് പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിരവധി പേരാണ് ഇത്തരത്തിൽ കടം മൂലവും ജപ്തി ഭീഷണി മൂലവും ഉഴലുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണം എന്നാണ് ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.